കരിങ്കുട്ടി ചാത്തൻ. മാന്ത്രികത്തിലെ ക്ഷിപ്രകാര്യസാധ്യങ്ങളുടെ രാജാവ് ചാത്തന്മാരിലെ മൂത്ത ചാത്തൻ. ചാത്തനെ സേവിച്ചവർക്ക് അറിയാം കരിങ്കുട്ടിയുടെ പ്രാധാന്യം. വിഷ്ണുമായ ചാത്തനോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങി വേല ചെയ്യുന്നത് കരിങ്കുട്ടിയും പരിവാരമൂർത്തികളുമാണ്. കല്ലടിക്കോട് മല മേലെ കരിമ്പാത്തി പൊന്മേലെ കരിനീലി പെറ്റ പൊന്മകനെ എന്റെ പൊന്നാരം കരിങ്കുട്ടി. ഓം നമോ ഭഗവതേ നല്ലച്ച കരിങ്കുട്ടിയച്ച ഞാൻ പിറന്ന മണ്ണെ പരദേവതകളെ. കരിങ്കുട്ടി കൃഷ്ണകുട്ടി മായംകുട്ടി ജാലകുട്ടി നാവടങ്ങി മനമടങ്ങി അരച്ചൽ നാവാടങ്ങി ദേവകൾ നാവടങ്ങി പ്രേതം നാവടങ്ങി മാറ്റാനുമൃതലയും നാവടങ്ങി 12 രാശികളും 9 ഗ്രഹങ്ങളും 108 പരലും മറഞ്ഞു ശ്രീ കൈലാസം തുള്ളി മറക്കെട്ടി നിൽക്ക നല്ലച്ച പൊന്തിരുവടി പാദം സത്യം ഈ പ്രശ്നം തെളിയാതെ നിൽക്ക പരമ്പൊരുളെ. ഓം ഹ്രീം നമഃ ശിവായ കിരാതവപുഷ നമഃ. കരിങ്കുട്ടി സ്വാമി. കരിങ്കുട്ടിയെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ രാശിയിലും ദൃഷ്ടിയിലും മഷിയിലും മനസ്സിലും തെളിയതെ മറക്കാം എന്നതാണ് മേൽപ്പറഞ്ഞ വാമൊഴി മന്ത്രം കൊണ്ട് ഉദ്ദേശിച്ചത്. മലവാരത്തിന്റെ പ്രധാനി എന്ന് തന്നെ പറയാം കരിങ്കുട്ടിയെ. കല്ലടികൊട് മലയിൽ പക്ഷി പാതാളത്തിൽ കരിനീലി അമ്മക്ക് പിറന്ന പൊന്മകൻ അവനാണ് പൊന്നാരം കരിങ്കുട്ടി. കല്ലടികൊട് 4448 മൂർത്തികൾക്കും 74 മലവാരങ്ങൾക്കും 27,000 സേവകൾക്കും അധിപതി എന്നും സ്വാമിയെ പറയാം. കല്ലടികൊടുന്നു അങ്ങോട്ട് കരിംകുട്ടി സ്വാമിക്കാണ് പ്രാധാന്യം. അവിടെ വിഷ്ണുമായക്കു പ്രാധാന്യം കുറവാണ്. അതിനെപ്പറ്റി ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ചാത്തന്മാരിൽ മൂത്ത പുത്രൻ വിഷ്ണുമായക്കു സോദരൻ. വെള്ളക്കാള പുറമേറിയിരിക്കുന്നവൻ. ഒറ്റക്കുറുവടിക്കാരൻ. അഗ്നിയോളം രോഷമുള്ളവൻ. കടുക മണിയോളം പോലും സത്യത്തെ ത്യജിക്കാത്തവൻ. അതുകൊണ്ട് തന്നെ കരിക്കുട്ടി സ്വാമിയുടെ സേവക്കും നിഷ്ഠ കൂടുതലാണ്. ശത്രുദോഷത്തിനും മാരണനിർവഹണത്തിനും ഒക്കെ സ്വാമിയെ പൂജിക്കുന്നത് ഉത്തമമാണ്. കേരളത്തിലെയും തമിഴ് നാട്ടിലെയും പല ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന മൂർത്തി കരിങ്കുട്ടി സ്വാമിയാണ്. പലർക്കും മതിയില്ല. ശിവക്ഷേത്രങ്ങളിൽ കരിങ്കുട്ടിയുടെ സാന്നിധ്യം നന്ദികേശനോടൊപ്പം ഉണ്ടാകും എന്നും പറയുന്നു. ജാതി മത ഭേദമില്ലാതെ മന്ത്രികന്മാർ കരിങ്കുട്ടിയെ സേവിച്ച് കാര്യസാധ്യം നടത്തിക്കൊടുക്കുന്നു എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. അതീവ ശക്തിയുള്ള കുട്ടിച്ചാത്തൻ മന്ത്രം. കാര്യങ്ങൾ നിറവേറാൻ പ്രാർത്ഥനകളും വഴിപാടുകളും പലതും ചെയ്തിട്ടും ഫലം ലഭിക്കാത്തവർ ചാത്തൻ സ്വാമിയുടെ ഈ മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചാൽ ഫലം നേടാനാകും. കച്ചവടം വർദ്ധിക്കാനും സാമ്പത്തിക നേട്ടം കൈവരിക്കാനും കടബാധ്യതകൾ മാറാനും സർവ്വ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനും ഈ മന്ത്രം ജപിക്കാം. അതുപോലെ തൊഴിൽ തടസ്സം, കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ ഒക്കെ ചാത്തനെ പൂജിക്കണം. ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ തന്റെ ഭക്തരെ രക്ഷിക്കാൻ ഓടിവരുന്ന ദേവതയാണ് ചാത്തൻ സ്വാമി. ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ മന്ത്രം ജപിക്കാം. സർവ്വദോഷങ്ങളും മാറ്റി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും ധനധാന്യ സമൃദ്ധിക്കും ചാത്തന് നാണയം ഒഴിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. കുത്ത്. പ്രാചീന കാലം മുതൽക്കേ കേരളത്തിൽ ചാത്തൻ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. മദ്യം, മാസം, ഇളനീര്, തവിട്, വറപ്പൊടി, തമുക്ക് മുതലായ നിവേദ്യങ്ങൾ വച്ച് പൂജിച്ചതായി അറിയപ്പെടുന്നു. പുരാണ ഇതിഹാസങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും ഈ ദേവതയെക്കുറിച്ച് പരാമർശമില്ല. പുരാതന കാലത്ത് ഗോത്ര സംസ്കൃതിയിലെ ചാത്തൻ, ഗുളികൻ, വസൂരി, മാല, യക്ഷികൾ, ഗന്ധർവന്മാർ, ഭൂതം, മാടൻ, മറുത, മല്ലൻ തുടങ്ങിയ ദേവതകളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ചാത്തൻ സ്വാമിക്ക് ഉള്ളത്. 396 ചാത്തന്മാരിൽ കരിങ്കുട്ടി ചാത്തൻ, ചാത്തൻ പറക്കുട്ടി ചാത്തൻ, തീക്കുട്ടി ചാത്തൻ, പൂക്കുട്ടി ചാത്തൻ, മൂക്കൻ ചാത്തൻ, പുലകുട്ടി ചാത്തൻ, വിഷ്ണുമായ ചാത്തൻ, മായ ചാത്തൻ എന്നീ ചാത്തനുമാർ പ്രധാനികളാണ്. പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് കരിങ്കുട്ടി ചാത്തന് പൂജ ചെയ്തു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാര്യത്തിൽ കേമൻ കരിങ്കുട്ടി എന്നൊരു ചൊല്ലുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭത്തിനായി ചാത്തനെ ഭജിക്കണം. പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യുന്ന ചാത്തൻ സ്വാമിയെ ഭജിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് ചാത്തൻ. ഉപാസന ക്രമം കൃത്യമായി നിഷ്ഠകൾ പാലിച്ചു ചെയ്യുന്ന മന്ത്രജപങ്ങൾക്ക് മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. ദിവസം, സമയം, ജപസംഖ്യ ഒക്കെ പ്രധാനമാണ്. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ശരിയായ വിധത്തിൽ ജപിച്ചു പ്രാർത്ഥിച്ചാൽ കരിങ്കുട്ടി സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും. സ്വാമി പ്രസാദിച്ചാൽ ഭക്തന്റെ ആഗ്രഹ പൂർത്തീകരണമാണ് ഫലം.